തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദ്വൈത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം പറഞ്ഞു. അവൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഗേറ്റിൻ്റെ ഇടയിൽപ്പെട്ട് അവൻ്റെ അമ്മയുടെ വിരലുകൾ ചതഞ്ഞു. 4-5 ദിവസം അമ്മ വല്ലാതെ വേദനിച്ചിരുന്നിട്ടും അവൻ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അതേ ഗേറ്റിൻ്റെ ഇടയിൽപ്പെട്ട് അവൻ്റെ കൈ വിരൽ ചതഞ്ഞു. അന്നേരമാണ് അവൻ അമ്മയെ അനുഭവിച്ച വേദന എന്താണെന്ന് മനസ്സിലാക്കിയതെന്ന് 5ാം ക്ലാസ്സുകാരൻ അദ്വൈത് പറയുകയാണ്. സത്യത്തിൽ വേറൊരാളുടെ വേദന മനസ്സിലാകാൻ സമാനമായ മറ്റൊരു വേദനയിലൂടെ നമ്മൾ കടന്നു പോകണം. അതായിരുന്നു അദ്വൈത് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമുക്ക് ഏതെങ്കിലും ഒരു വേദന ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനുള്ള ഒരു ചാൻസും ഒരു നല്ല അനുഭവവും ദൈവം നൽകുകയാണ്. ക്യാൻസറിൻ്റെ വേദനയിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സമാനമായ അത്തരം രോഗാവസ്ഥയിലുള്ള വേറൊരാളെ മനസ്സിലാക്കാൻ പറ്റൂ. ഡയാലിസിസിൻ്റെ വേദനയിലൂടെയും സങ്കടത്തിലൂടെയും പരാധീനതകളിലൂടെയും കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അത്തരം സമാനമായ വേദനകളുള്ള വേറൊരാളെ മനസ്സിലാക്കാൻ പറ്റും. ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ വല്ലാതെ കടഭാരം പേറി നടക്കുന്ന ഒരാളുടെ വേദന മനസ്സിലാക്കണമെങ്കിൽ അതേപോലത്തെ വേദനയിലൂടെ നമ്മൾ കടന്നു പോകണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമോ വേദനയോ രോഗമോ പ്രതിസന്ധിയോ ഉണ്ടോ, അതിൻ്റെ അർത്ഥം സമാനമായ അതേപോലെയുള്ള വേദനയുള്ള മറ്റാരെയോ നിങ്ങൾ സഹായിക്കാനുണ്ട്. അതുകൊണ്ട് അത്തരം വേദനകളുള്ളവരെ കണ്ടെത്തണം. അവരെ സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ മനസ്സിലാക്കാനും ദൈവം നൽകുന്ന ഒരവസരമാണ് നമ്മുടെ വേദനകൾ. ഇനി മുതൽ നമ്മുടെ വേദനകളെല്ലാം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നല്ല ഒരു ക്ലാസ് മുറികളാക്കി നമുക്ക് മാറ്റാം. അതിനേവർക്കും കഴിയട്ടെ. എല്ലാവർക്കും നന്ദി.